അങ്ങനെ സമയം ഇപ്പം 6:45 രാവിലെ. ഇന്നത്തെ നമ്മുടെ യാത്ര ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ എന്ന് പറഞ്ഞ ക്ഷേത്രത്തിലോട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 3.5 മണിക്കൂർ യാത്രയുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ബൈക്കിലാണ് പോകുന്നത്. നമ്മൾ സോളോ ട്രിപ്പാണെന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. അപ്പോൾ കിഡ്സ് ഓൺ വീൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ ബൈക്കിലാണ് പോകുന്നതെന്ന്. അവനെ ഇനി വെളിയിലോട്ട് എടുത്ത് വെക്കണം. മഴയൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു. സാധാരണ നമ്മൾ ബൈക്കിൽ എവിടെ പോയിരുന്നാലും മഴ വരുന്നതാണ്. വണ്ടിയിൽ ബാക്കിയെല്ലാം ഓക്കെയാണ്. നമ്മൾ ബാക്ക് ബ്രേക്ക് ഒന്ന് ടൈറ്റ് ചെയ്യാൻ വിട്ടു. അത് ഇതിൻ്റെ ഇടയിൽ വിട്ടുപോയതാണ്. നോക്കട്ടെ, ഒട്ടും ബ്രേക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്തിയിട്ട് ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കയറിയിട്ട് ടൈറ്റാക്കാം. അപ്പോൾ നമ്മൾ ചാർജർ, ഹെഡ്സെറ്റ്, ബാഗ്, റെയിൻകോട്ട് ഇതെല്ലാം എടുത്തിട്ടുണ്ട്. കാരണം ഒരു പ്രിക്കോഷൻ വേണമല്ലോ. കാരണം മഴ വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ സോളോ ട്രിപ്പും കൂടെയാണ്, ബൈക്കിലാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ എന്തായാലും എടുത്ത് വച്ചിരിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ട്രിപ്പ് സ്റ്റാർട്ടാക്കാം. നമ്മളങ്ങനെ പെട്രോൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടോട്ടൽ 815 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട്. തിരിച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ അടിക്കേണ്ടി വരും. നോക്കിയിട്ട് അടിക്കാം. അപ്പോൾ ഇനി നമുക്ക് നേരെ കൊട്ടാരക്കര പോയിട്ട് കാണാം. ഇപ്പോൾ കറക്റ്റ് നമ്മൾ നമ്മുടെ കൊട്ടാരക്കര ഭാഗം എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നൊരു 78 കിലോമീറ്റർ ഉണ്ട് നമുക്ക് അമ്പലപ്പുഴയിലോട്ട്. ഇപ്പോൾ കറക്റ്റ് മണി 8:45. നമുക്കൊരു 10 മണിക്കകത്ത് അവിടെ എത്തുമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം. മാക്സിമം റോഡിൽ തിരക്കാവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. കാരണം തിരക്ക് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓട്ടിച്ച് അവിടെ എത്തുമ്പോൾ തന്നെ നമ്മൾ നല്ല ടയേർഡാവും. അപ്പോൾ മാക്സിമം നോക്കാം. ഇപ്പം തിരക്ക് കുറവാണ്. സമയം അങ്ങനെ രാവിലെ 10:30 നമ്മളിവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി അകത്തോട്ടൊന്ന് കയറി നോക്കാം. ഞാൻ ഏതാണ്ട് ഇവിടെ ഒരു കൊറോണയ്ക്കൊക്കെ മുമ്പ് വന്നതാണ്. അതിനുശേഷം പിന്നെ ഇതുവരെ വന്നിട്ടില്ല. ഏതായാലും ഒരു 5-6 വർഷമായെന്ന് തോന്നുന്നു ഇവിടെ എത്തിയിട്ട്. അപ്പോൾ നമ്മളതിൽ ബാഗ് കയ്യിലിരിപ്പുണ്ട്. അതിനി എവിടെയെങ്കിലും ക്ലോക്ക് റൂം ഉണ്ടെങ്കിൽ ക്ലോക്ക് റൂമിൽ കൊണ്ടുവെക്കണം. അതിനി എവിടെയാണെന്ന് നോക്കണം. ഒരു ലോഡ് ബാഗുമായിട്ട് വേറൊരു ടീം വന്നിട്ടുണ്ട്. വേറെ പുറകെ പോവാം. നമ്മൾ കയറി വരുന്ന ഭാഗത്ത് തന്നെ ക്ലോക്ക് റൂമാണ്. ബാഗിന് 10 രൂപയാണ് ചാർജ് വരുന്നത്. നമ്മളങ്ങനെ ബാഗ് ക്ലോക്ക് റൂമിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അമ്പലത്തിനകത്ത് കയറിയിട്ട് കാണാം. അകത്ത് എന്തായാലും ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പോൾ പോയിട്ട് വന്നിട്ട് കാണാം. ഇവിടെയാണ് പായസം വാങ്ങുന്നതിനുള്ള ക്യൂ ഉള്ളത്. പായസത്തിൻ്റെ റെസിപ്റ്റ് കഴിഞ്ഞായിരുന്നേ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. ഇനി 1.5 മണിക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് കടകളുണ്ട്. ടോയ്സ്, ഫോട്ടോസ്, അങ്ങനെയുള്ള നമ്മുടെ ഈ ഗുരുവായൂരൊക്കെ ഉള്ള സെയിം സംഭവം. ഇവിടെ കടകളൊന്നും കാണാനില്ല. വിശന്നിട്ടാണെങ്കിൽ കണ്ണ് കാണാൻ വയ്യ. നടന്നൊരു ലക്ഷ്മണ ചായക്കട എത്തി. ഇവിടെ കയറി നോക്കാം വല്ല കേട്ടോ. നമ്മളങ്ങനെ കാപ്പി കുടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. മസാല ദോശ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സാധനം തന്നു. അത് കഴിച്ച്. പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല, വേറെ കടകളൊന്നുമില്ല ഇവിടെ. നമുക്ക് ഗുളി കഴിക്കാനുള്ളത് കൊണ്ട് പിന്നെ എന്തെങ്കിലും കഴിച്ചേ പറ്റും. അപ്പോൾ പിന്നെ അത് തന്നെ കഴിച്ചു. ഇനിയിപ്പോൾ ഉച്ചയ്ക്കോ വൈകിട്ടോ
വേറെ എവിടെ നിന്നെങ്കിലും നല്ല കടയിൽ പോയിട്ട് കഴിക്കും. ഇനി പോയിട്ട് നമ്മുടെ ക്യൂവിൽ നിന്ന് തുടങ്ങണം. ഇപ്പോൾ തന്നെ വലിയൊരു ക്യൂ ആയി കാണുക. വന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ക്യൂ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും നല്ല ക്യൂ ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് വാങ്ങണം. ഇത്രയും ദൂരം വന്നിട്ട് വാങ്ങാതെ പോകുന്ന മോശമല്ലേ. നമുക്ക് എന്തായാലും വാങ്ങിച്ചോട്ട് തന്നെ പോവാം. അങ്ങനെ 2 മണിക്കൂറത്തെ ക്യൂവിന് ശേഷം കിട്ടിയായിരുന്നു. ഇവിടുത്തെ ക്യൂവിൽ ലാസ്റ്റ് കിട്ടിയത് എനിക്കായിരുന്നു. എനിക്ക് ശേഷമുള്ള ആൾക്ക് കിട്ടിയില്ല. പാവം കുറേ നേരം ക്യൂ നിന്നവരാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, അവർ 50 ബോട്ടിലൊക്കെ ഒരു ദിവസം കൊടുക്കുകയുള്ളൂ. എന്തായാലും ഒരു കാട്ടുപോത്തിൻ്റെ വലുപ്പമുള്ള പശു. നമ്മളങ്ങനെ ഡിസ്പോസിബിൾ ഗ്ലാസും കൂടെ വാങ്ങിച്ചു. ഇനി തണലുള്ള എവിടെയെങ്കിലും പോയിരുന്നു കുടിക്കാം. നമുക്ക് വേറൊരു പണി കിട്ടി. നമ്മളിത് എങ്ങനെ തുറക്കും? നമ്മളിത് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നുമില്ല. താക്കോലും എല്ലാം ഇട്ട് കുത്തി തുറക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇനി താക്കോലും എല്ലാം ഓടിഞ്ഞു പോയി കഴിഞ്ഞാൽ ആലപ്പുഴ നിൽക്കേണ്ടി വരും. നോക്കാം, നമുക്ക് ഇങ്ങനെ നോക്കാം. തുറക്കണുണ്ട്. മിഷൻ സക്സസ്. ഞാൻ ഇതിനു മുമ്പ് ഇത് കുടിച്ചിട്ടുണ്ട്. നമുക്ക് അത് രുചിയാണോന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. കുറേ ദിവസത്തിന് ശേഷം മധുരം കഴിക്കണോണ്ട് പെട്ടെന്ന് എന്തോ പോലെയാവും. നമ്മൾ വണ്ടിയിലാണ് ഹെൽമെറ്റ് വെച്ചിട്ട് വന്നത്. ഇനി അതിൽ ഹെൽമെറ്റ് ഉണ്ടാവുമോ എന്നൊരു പിടുത്തമില്ല. ഹെൽമെറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ക്യാമറകളിലും ഞാൻ പ്രത്യക്ഷപ്പെടും. ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു. ഭാഗ്യം ചെരുപ്പുണ്ട്. ഹെൽമെറ്റുണ്ട്. നമ്മളിപ്പോൾ ആലപ്പുഴയിൽ നിന്ന് തിരുവല്ല പോകുന്ന റോഡിലാണ്. അതിൻ്റെ സൈഡിൽ കണ്ട ഒരു കാഴ്ചയാണ്. സൂപ്പറല്ലേ? ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ പാലക്കാട്, ആലപ്പുഴ ഈ 2 സ്ഥലത്ത് തന്നെ വരേണ്ടി വരും. നമ്മുടെ അവിടെ ഒന്നും ഇപ്പം വയലൊന്നും കാണാനൊന്നുമില്ല. നമ്മളങ്ങനെ ഇപ്പം കിളിമാനൂരെത്തിയില്ല. കറക്റ്റ് കിളിമാനൂർ എത്തുന്നതിന് മുമ്പായിട്ട് ഇവിടെ വഴിയോര കട എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇച്ചിരി ഫ്രഷായിട്ട് വീട്ടിലോട്ട് പോകും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയിട്ടുണ്ട്. ഫുഡ് അത്യാവശ്യം നല്ല ഫുഡാണ്. റേറ്റും അത്യാവശ്യം കുഴപ്പമില്ലാത്ത അടുവാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. വീട്ടിലെത്തിയിട്ട് കാണാം. സമയം ഇപ്പോൾ കറക്റ്റ് 8 മണി ആയിട്ടുണ്ട്. നമ്മൾ വീട്ടിലെത്തി. ഇനി വേറൊന്നുമില്ല. അപ്പോൾ എക്സ്പെൻസ് ഉണ്ട്. എക്സ്പെൻസ് എന്ന് പറയുമ്പം 800 രൂപയ്ക്ക് നമ്മൾ പെട്രോൾ അടിച്ചു. 370 രൂപയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ചു. പിന്നെ 80 രൂപയ്ക്ക് പായസം മേടിച്ചു. ടോട്ടൽ അപ്പം എത്ര രൂപയായി? 1160 രൂപയായി. അപ്പം അതാണ് ഇന്നത്തെ ടോട്ടൽ എക്സ്പെൻസ്. പിന്നെ വേറെ ഒന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണും കൂടെ എനാബിൾ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുക, സ്നേഹിക്കുക പരസ്പരം. ശുഭദിനം.